വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. നമ്മളിന്ന് ബ്രെഡ് കൊണ്ട് പഫ്സ് പോലെ ഉണ്ടാക്കുകയാണ്. ഇത് കാണാൻ നല്ല മൊഞ്ചുള്ള, കഴിക്കാൻ നല്ല കിടിലനായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഒരുപക്ഷെ നിങ്ങൾ ആരും ഇതുപോലത്തെ ഒരു റെസിപ്പി ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാവില്ല, കഴിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത് കേട്ടോ. ഇതിനായിട്ട് ഞാനൊരു 1/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലൊക്കെയുള്ള ചിക്കനാണ്. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീഫും എടുക്കാം. ഞാനിതൊരു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാം. അതിന് മുന്നേ ആയിട്ട് ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളം മതി. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ കുക്കറിലാവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാനിവിടെ ഒരു 3 മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ 4 എടുക്കാം, വലുതാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. ഞാൻ അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള 3 വലിയ ഉള്ളി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഒരു ക്ലിയർ പരുവാകുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കണം. അതിനുശേഷമേ നമ്മളിതിലേക്കുള്ള മസാലകൾ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് മുറിച്ചതും ഇടുന്നുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിന് ശേഷം നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇടുന്നുണ്ട്. നേരത്തെ നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടുകൊണ്ട് ഇതിന് പാകത്തിലുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല നമുക്കിതിലേക്ക് ഇടാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ഞാനിതിലിടുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഈ മസാലയുടെ കുത്തൽ മാറുന്ന വരെ ഒന്ന് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച ചിക്കൻ്റെ എല്ലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ പിച്ചിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചിക്കന് പകരം ബീഫ് ഉപയോഗിക്കാം, മട്ടൺ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മുട്ടയാണെന്നുണ്ടെങ്കിൽ മുട്ട ഒന്ന് പുഴുങ്ങിയിട്ട് നമ്മൾ മുട്ട റോസ്റ്റിന് ഉള്ളി വാട്ടുന്ന പോലെ വഴറ്റിയിട്ട് മുട്ട മുറിച്ചിട്ട് ഇട്ടാൽ മതി. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില അരിഞ്ഞതും മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടെ ചേർക്കാം. ഒരു തണ്ട് കരിവേപ്പില ഞാൻ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു 3-4 തണ്ട് മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടുപ്പത്ത് നിന്ന് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റഫിങ്ങിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കവറിങ് ചെയ്യാം. ഞാനിവിടെ 15 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതുപോലത്തെ ബ്രെഡ് വേണം എടുക്കാൻ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രഷ് ബ്രെഡ് ആവണം. ഫ്രിഡ്ജിലൊന്നും വെക്കാത്ത പുതിയ ബ്രെഡ് തന്നെ ആവണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ ബ്രെഡായിട്ട് എടുത്തിട്ട് ഒരു പരത്തുന്ന പലകയുടെ മേലെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് അമർത്തിയിട്ട് പരത്തി കൊടുക്കാം. ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ നമ്മളെടുത്ത ബ്രെഡ് നല്ല ഫ്ലാറ്റായിട്ട് വരും. അതിനുശേഷം ഇതിൻ്റെ 4 ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇതിലെ ബ്രൗൺ പോർഷൻ നമുക്ക് വേണ്ട. കാരണം നമ്മൾ ബ്രൗൺ പോർഷൻ വെച്ച് മടക്കി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് പഫ് പൊട്ടിപ്പോവും. ഈ ബാക്കിയൊന്നും ഭാഗം നിങ്ങൾ കളയണ്ട. നിങ്ങൾക്കത് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആദ്യം മുറിച്ചിട്ടാണ് പരത്തുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റായിട്ടുള്ള സ്ക്വയർ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം പരത്തിയതിന് ശേഷം കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളെ പണി തീർന്നു കിട്ടും. അപ്പോൾ ഇങ്ങനെ ഞാൻ 15 ബ്രെഡ് സ്ലൈസസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ 4 അറ്റത്തു കൂടെയും നമ്മളെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് നനച്ച് കൊടുക്കണം. ഇത് നമുക്ക് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 4 വശം ഇതുപോലെ നനച്ചിട്ടുണ്ട്. ഇനി ഞാൻ 1 ടേബിൾ സ്പൂണ് മസാല എടുത്തിട്ട് ഇതിൻ്റെ നടുവിൽ വെക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് വശങ്ങൾ ചേർത്ത് ഒട്ടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒട്ടിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തടുത്തുള്ള 2 മൂലകൾ എടുത്തിട്ട് നമ്മളിതുപോലെ നടുവിലേക്ക് ചേർത്തിട്ട് ഒട്ടിക്കുകയാണ്. നമ്മൾ നനച്ചത് കാരണം ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒട്ടിക്കിട്ടും. അവസാനത്തെ വശം അടയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ സ്റ്റഫിങ് ഒന്ന് ഉള്ളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് ഈ ഷേപ്പ് തന്നെ കിട്ടും.
ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിൽ കുറച്ച് ഹോളൊക്കെ ഉണ്ട്. അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൈ ഒന്നും കൂടെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്നും കൂടെ സീൽ ചെയ്ത് കൊടുക്കുക. 4 വശം ഇതുപോലെ സീൽ ചെയ്ത് കഴിഞ്ഞാൽ നടുഭാഗം ഒന്നിങ്ങനെ നുള്ളി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കവറായി നല്ല ഭംഗിയിൽ റെഡിയായിട്ട് കിട്ടും. നിങ്ങൾ ഒട്ടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ ഗ്യാപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല. ഗ്യാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ബ്രെഡ് പഫ് പൊരിക്കുന്ന സമയത്ത് ബ്രെഡ് പഫ് പൊട്ടിപ്പോവും. അപ്പോൾ അതിൻ്റെ അകത്ത് എണ്ണയും കയറും. അതുകൊണ്ട് നല്ല രീതിയിൽ ഇതുപോലെ കവർ ചെയ്യുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കയ്യിൽ വെച്ചിട്ട് നമ്മൾ സമൂസയൊക്കെ നിറയ്ക്കുന്ന പോലെ പെട്ടെന്ന് തന്നെ നിറച്ചെടുക്കാൻ പറ്റും. സാധാരണ ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് ചെയ്യൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സ്ലോയിൽ ടേബിളിൽ വെച്ചിട്ട് കാണിച്ചത്. ഇത് കണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അവസാനം ആ നടുഭാഗം കൂടെ പിൻ ചെയ്യാൻ ആരും മറക്കരുത്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. ഇങ്ങനെ ഞാൻ ബാക്കിയുള്ള എല്ലാ ബ്രെഡ് പഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഞാൻ നമ്മുടെ ബ്രെഡ് പഫ് ഓരോന്നായിട്ട് പൊരിക്കാൻ ഇടുന്നുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 എണ്ണമാണ് ഇടുന്നത്, കാരണം അതിനുള്ളൊരു സ്പേസേ ഈ ചട്ടിയിലുള്ളൂ. പിന്നെ പൊരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കണം. കാരണം ഇത് ബ്രെഡ് മാത്രമായതുകൊണ്ട് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഗോൾഡൻ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ കണ്ടല്ലോ എല്ലാവരും, ഇത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇങ്ങനെ തന്നെ ബാക്കിയുള്ള എല്ലാ പഫും പൊരിച്ചെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് നിങ്ങൾക്ക് കെച്ചപ്പിൻ്റെ കൂടെയും മയണൈസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.